മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത് കോടികൾ. പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിനായി 9 വർഷത്തിനിടെ ചെലവഴിച്ചത് 25 കോടിയോളം രൂപ. നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന പാർട്ടി ചാനലിലും നൽകുന്നത് കോടികൾ. വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. സർക്കാരിന്റെ നയങ്ങളും സംരംഭങ്ങളും പുതിയ പദ്ധതികളുമൊക്കെ പൊതുജനങ്ങളെ അറിയിക്കാനെന്ന പേരിൽ 2017 ഒക്ടോബറിലാണ് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് പ്രതിവാര ടെലിവിഷൻ ഷോ ആരംഭിക്കുന്നത്. ഒരു എപ്പിസോഡിന് 1.5 ലക്ഷം മുതൽ 2,32,000 രൂപ വരെയാണ് നിർമ്മാണ ചെലവ് വരുന്നത്. 2025 ഫെബ്രുവരി വരെ 212 എപ്പിസോഡുകളും സംപ്രേഷണം ചെയ്തു. സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്കും എപ്പിസോഡ് 1 ലക്ഷങ്ങൾ. അങ്ങനെ 9 സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ചെലവഴിച്ചത് 24,96,76,291 രൂപ. നിർമ്മാണ ചെലവ്, തെരഞ്ഞെടുത്ത ചാനലുകളിലും ഇന്ററാക്റ്റീവ് ഷോയ്ക്കുമുള്ള ടെലികാസ്റ്റ് ഫീസ്, ഔട്ട്ഡോർ പബ്ലിസിറ്റി, പരസ്യങ്ങൾ എന്നിവയ്ക്കാണ് പണം ചെലവഴിച്ചത്. പരിപാടിയുടെ നിർമ്മാണ ചെലവിനത്തിൽ പാർട്ടി ചാനലിന് നൽകിയത് 3,40,93,952 രൂപ. $7.56 കോടിയാണ് നാം മുന്നോട്ടിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതം. ആദ്യം അനുവദിച്ച 5.22 കോടിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2.34 കോടി രൂപ കൂടി അനുവദിക്കുകയായിരുന്നു. ആ കണക്ക് കൂടി ചേരുമ്പോൾ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ പരിപാടിക്കായി സർക്കാർ ചെലവഴിച്ചത് 32 കോടിയിലധികം രൂപ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.